ഹൈ ഓൾ, വെൽക്കം ടു എച്ച്യൂസ് അക്കാഡമി. അപ്പോൾ നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 2025 എന്ന് പറയുന്ന വർഷം വളരെ സന്തോഷത്തിന്റെ ഒരു വർഷമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു വർഷമാണ്. ഇപ്പൊ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ, കഴിഞ്ഞ മാസം ജൂലൈ മാസം 18-ാം തീയതി ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, ഒരുപാട് എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു എക്സാം ചാകരയാണ് അല്ലേ ഇപ്പോൾ. അതായത് നോക്കിക്കേ, എയിംസ്, ജിപ്മർ, PGMER, ചണ്ഡീഗഡ്, RRB, SGPGI, ശ്രീചിത്ര, ESIC, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എക്സാംസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിന്റെയൊക്കെ വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3500-ഓളം വേക്കൻസീസ് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്നതാണെങ്കിലോ, നിങ്ങൾ നോക്കിക്കേ, DME എക്സാംസ് എഴുതിയവർ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള എക്സാംസ് എഴുതുക അല്ലേ. അപ്പം നമ്മൾ തമ്മിൽ തന്നെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പം കോമ്പറ്റീഷന് ആൾക്കാർ കുറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടും അല്ലേ. സോ അത് തന്നെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നോക്കിക്കേ, നമുക്ക് ഇതുപോലെ അപ്കമിങ് സെൻട്രൽ എക്സാംസ് എന്ന് പറയുന്നത് നോക്കിക്കേ, RRBയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ 8-ാം തീയതി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. 8-ാം തീയതി മിക്കവാറും ഓൺലൈൻ അത് ഓപ്പൺ ആകും. നോർസെറ്റ് 9ന്റെ നോട്ടിഫിക്കേഷൻ, എയിംസ് നോർസെറ്റ് 9ന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം ലൈവ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റ് വഴി അത് അപ്ലൈ ചെയ്യാം. എയിംസ് നോർസെറ്റ് 10 വരുന്നുണ്ട്, അത് ഏപ്രിൽ മാസമായിരിക്കും, അതായത് 2026 ഏപ്രിലായിരിക്കും അതിന്റെ എക്സാം വരിക. അതുകൂടാതെ SGPGI, ജിപ്മർ, PGMER, ശ്രീചിത്ര, ESIC അല്ലേ. ഇപ്പൊ ഇങ്ങനെ ഏകദേശം 8ഓളം എക്സാംസ് ആണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ DMEയുടെ നിങ്ങൾ നിർത്തരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ ഏകദേശം ഒരു പകുതി, ഇപ്പം ഒരുപാട് ആൾക്കാർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ അതുകൂടാതെ ചിലരൊക്കെ ആ ഒരു ട്രാക്കിലായിട്ടുണ്ട്, പകുതി വഴിയൊക്കെ നമ്മൾ അന്ന് എത്തിയിട്ടുണ്ട് അല്ലേ. സോ അങ്ങനെയുള്ളവർ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇന്റൻസീവായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ സെൻട്രൽ എക്സാംസിനൊക്കെ നിങ്ങൾ തയ്യാറെടുക്കാനായിട്ട് ഞങ്ങളൊരു പുതിയ കോംബോ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓഫീസുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോഴ്സ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ ഉണ്ടാകും. അതുകൂടാതെ തന്നെ വീക്ക്ലി ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ്, പിന്നെ അതുകൂടാതെ തന്നെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മുടെ നോർസെറ്റ് 9ന്റെ റിവിഷൻസ്, അതുകൂടാതെ ലൈവ് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുകയാണ്. സോ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2025 തന്നെ ഏതർ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിങ്ങൾക്ക് ഒരു നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ എല്ലാവരും നന്നായിട്ട് തയ്യാറെടുക്കുക. എല്ലാവർക്കും all the best.